ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ്, മെയിൻ റോഡ്, വടക്കാഞ്ചേരി. ഫോൺ 9744335592. ഷൊർണൂർ കൊച്ചിൻ പാലത്തിന് സമീപം വിവേകാനന്ദ പ്രതിമ നിർമ്മിക്കാനുള്ള പദ്ധതി നിയമക്കുരുക്കിലേക്കും തർക്കത്തിലേക്കും നീങ്ങിയിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും പരിഹരിക്കാനായില്ല. നഗരസഭയും കരാറുകാരനും തമ്മിലുള്ള തർക്കമാണ് പ്രതിമ സ്ഥാപിക്കുന്നതിലെ അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിയത്. തർക്കം രൂക്ഷമായതോടെ പരാതി കോടതിയിലെത്തിയെങ്കിലും മധ്യസ്ഥ ചർച്ചയും നടക്കുന്നുണ്ട്. പ്രതിമ നിർമ്മിച്ചു നൽകലാണ് തന്റെ ലക്ഷ്യമെന്ന് കരാറുകാരൻ പറയുന്നുണ്ടെങ്കിലും നഗരസഭയുടെ അന്തിമ അനുമതിയാണ് പ്രശ്നം. വിവേകാനന്ദന്റെ രൂപസാദൃശ്യമില്ലാത്ത പ്രതിമയാണ് കരാറുകാരൻ നിർമ്മിക്കുന്നതെന്നായിരുന്നു തർക്കത്തിന് കാരണം. പ്രശ്നം രൂക്ഷമായതോടെ പ്രതിമയുടെ നിർമ്മാണം പൂർത്തീകരിക്കുകയോ നഗരസഭ നൽകിയ തുക തിരിച്ചടയ്ക്കുകയോ വേണമെന്നാവശ്യപ്പെട്ട് നഗരസഭ കരാറുകാരന് നോട്ടീസ് നൽകിയിരുന്നു. നിർമ്മാണത്തിന് അനുവദിച്ച കാലാവധി പൂർത്തിയാവുകയും അധിക സമയം നൽകണമെന്ന ആവശ്യവും പരിഗണിച്ച ശേഷമാണ് നഗരസഭ അന്തിമ നോട്ടീസ് നൽകിയത്. പിന്നീട് കരാറുകാരൻ കോടതിയെ സമീപിക്കുകയായിരുന്നു. പ്രതിമ നിർമ്മാണത്തിനായി 12.5 ലക്ഷം രൂപയാണ് നഗരസഭ ആദ്യഘട്ടത്തിൽ കരാറുകാരന് നൽകിയിരിക്കുന്നത്. നമ്മളിതുവരെ നമുക്കറിയാം, കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം പല ആളുകളും പ്രതിമ ഉണ്ടാക്കിയിട്ട് പല നഗരസഭകളിലും പഞ്ചായത്തും സർക്കാരൊക്കെ പ്രതിമകളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവർക്കൊന്നും സംഭവിക്കാത്ത രീതിയിലുള്ള കേട്ടുകേൾവിയില്ലാത്ത വിചിത്രമായ വാദമാണ് ഷൊർണൂർ നഗരസഭയിലുള്ളത്. പ്രതിമയുടെ നിർമ്മാണം കഴിഞ്ഞപ്പോൾ വിവേകാനന്ദനോട് സാദൃശ്യമില്ലാത്ത മുഖമാണ് പ്രതിമയ്ക്കുണ്ടായതെന്ന് ആരോടത് പറയുന്നത്? ഇത് കൃത്യമായി അന്വേഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇതിന് കൃത്യമായ മറുപടി തരാൻ ആരും തയ്യാറല്ല. ഇപ്പോൾ പറയുന്നത് നഗരസഭ കേസിന് പോയിട്ടുണ്ട്. എന്താണ് കേസിൻ്റെ അവസ്ഥ? അത് നഗരസഭ വ്യക്തമാക്കേണ്ടതാണ്. ഇതിലൊരു വ്യക്തമായിട്ട് നമുക്കറിയാം, വിവേകാനന്ദന് വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമാണ് ഷൊർണൂർ. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് വിവേകാനന്ദൻ ഷൊർണൂരിൽ വന്ന് ഷൊർണൂരിലെ 3ാമത്തെ പ്ലാറ്റ്ഫോമിൽ ഒരു ആൽമരം നട്ട് പുഴ കടന്ന് പോയി എന്നാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ വിവേകാനന്ദ സ്വാമികളോട് ഷൊർണൂർ നഗരസഭയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കാണിക്കുന്നത് വലിയ രീതിയിൽ വിവേചനമാണ്. അടിയന്തരമായി വിവേകാനന്ദ പ്രതിമ ഇവിടെ നിർമ്മിക്കാൻ വേണ്ട ഇടപെടൽ നഗരസഭ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും. വിവേകാനന്ദ പ്രതിമ നിർമ്മാണം പദ്ധതിയിട്ടിട്ട് 8 വർഷം പിന്നിട്ടു. തിരുവനന്തപുരത്തും ഷൊർണൂരിലും പ്രതിമയും പാർക്കും നിർമ്മിക്കാനായിരുന്നു പദ്ധതി. തിരുവനന്തപുരത്തെ പദ്ധതി യാഥാർത്ഥ്യമായി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഷൊർണൂരിൽ നിർമ്മാണം ഇപ്പോഴും എങ്ങുമെത്തിയിട്ടില്ല. VCB ന്യൂസ്, ഷൊർണൂർ.